സമ്യക് പ്രജ്ഞായതേ സാക്ഷാത്ക്രിയതേ ധ്യേയമസ്മിന്നിതി എന്ന വിൽപ്പത്തി ധ്യേയതത്വത്തിൻ്റെ സമ്യക് പ്രജ്ഞാനം സാക്ഷാത്കാരമുണ്ടാകുന്നു. അധ്യേയ അതിരിക്ത വൃത്തിനിരോധ യോഗത്തെ സംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നു. സമാധി ശബ്ദം വഴി, സമാധി എന്ന പദം കൊണ്ട് ചിത്തത്തിൻ്റെ ഏകാഗ്രതയുടെ ഔത്കൃഷ്ട്യം, നമ്മുടെ ചിത്തത്തിനുണ്ടാകുന്ന ഏകാഗ്രതയുടെ ഉത്കൃഷ്ടത രണ്ട് രീതിയിൽ നിരോധരൂപ യോഗമാവും. ആ യോഗദ്വയത്തിൻ്റെ അംഗരൂപത്തെ തന്നെ വ്യാസൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അംഗഭൂത സമാധി ശബ്ദം കൊണ്ട് അംഗിരൂപമായ യോഗദ്വയം, രണ്ട് തരം യോഗം അഭിഹിതവുമാണ്. അങ്ങനെ സംപ്രജ്ഞാത യോഗം അഥവാ സമാധി, യോഗശബ്ദത്തിന് സമാധി എന്നർത്ഥമുള്ളതുകൊണ്ടാണ് സംപ്രജ്ഞാത യോഗമെന്ന് നമ്മളിവിടെ പറയുന്നത്. അത് 4 പ്രകാരത്തിലാണ്. അവ വിതർക്കം, വിചാരം, അസ്മിത, ആനന്ദം. ഇവിടം വരെയാണ് എടുത്തത്. അതുകൊണ്ട് സവിതർക്കാദി ക്രമത്തിൽ തന്നെ വിഷയപ്രത്യക്ഷത്തിൻ്റെ ക്ഷമത നിരന്തരം വികാസം പ്രാപിച്ച് സംപ്രജ്ഞാതത്തിൻ്റെ അന്തിമ ഭൂമിയിൽ അസ്മിതാനുഗത യോഗത്തിൽ ഋതംബരപ്രജ്ഞയുടെ ഉദയമുണ്ടാകുന്നു. ഈ 4 ഭേദങ്ങളിലും വിഷയ സാക്ഷാത്കാരത്തിൻ്റെ സംബന്ധം നിലനിൽക്കുന്നു. അതുകൊണ്ടായത് പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ അന്ന് പറ്റിയത് ആളുകൾക്ക്. അവിടെ കടന്നു കഴിഞ്ഞാൽ, അതായത് പൂർണ്ണ പ്രജ്ഞയുടെ തലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. അതിനിടവേളയിലാണ് യോഗി വിഷയത്തിൻ്റെ ലാഞ്ചന നിലനിർത്തിക്കൊണ്ട് ഇതനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അനുഭവത്തെ വേറിട്ട് കാണാൻ പറ്റുന്നത്. ഇതിനെ യോഗസൂത്രത്തിൻ്റെ 1:48, അതായത് സമാധിപാദം 48ാം സൂത്രം അതെടുത്താൽ നിങ്ങൾക്ക് ബോധ്യമാവും. ഋതംബര തത്ര പ്രജ്ഞ. ഇത് പഠിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രാഥമികമായി ഒരു കാര്യം ഓർക്കണം. പഠിത്തം നിങ്ങൾക്ക് ആനന്ദപൂർണമാകണമെങ്കിൽ ഒന്നാമത് പുതിയ പഠിത്തവും രീതിയും വച്ച് ക്ഷിപ്തവിക്ഷിപ്താദികൾ ഏറുന്ന ഇതിനെ അനുകൂലിക്കുന്ന ഒരു പഠന രീതിയാണ് നമുക്കുള്ളത്. അതിനെയാണ് അറിവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ ക്ഷിപ്തങ്ങളെയും വിക്ഷിപ്തങ്ങളെയും നമ്മുടെ മൂഢത്തെയും എല്ലാം പഠനവിധേയമാക്കുന്ന ഒരു പഠനമാണ് യോഗശാസ്ത്ര പഠനം. അത് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ക്ഷിപ്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പഠിക്കുന്നതിൽ നിന്ന് നമ്മുടെ ഏകാഗ്രത വിട്ടുപോകും. ക്ഷിപ്തവിക്ഷിപ്തങ്ങളോട്, ആ വിഷയങ്ങളോട് നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാവും. ആ താല്പര്യത്തെ ഈ അറിവ് ഹനിക്കും. അറിവ് ഹനിക്കുമ്പോൾ യമനിയമാദികൾ കൊണ്ട് ആനുപാതികമായി കിട്ടുന്ന സമാധിയുടെ അനുഭവം, ആനന്ദം, വിഷയം കുറഞ്ഞു വരുമ്പോഴുള്ള ആനന്ദം പഠിക്കാൻ ഒരു ഭാഗത്ത് ഉത്തേജനം നൽകും. വിഷയങ്ങളോടുള്ള പ്രിയം പഠിപ്പിനെതിരാകാൻ ശക്തമായി പ്രതിരോധം തീർക്കും. ഇതാണ് പലപ്പോഴും ഈ പഠിപ്പിൽ വരുന്ന വൈകല്യം.
ഭാരതീയ ദർശനങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകത അത് പൂർണ്ണമായും ആത്മനിഷ്ഠമാണ്. സാമൂഹികമല്ല. ഇവയെ കൂടെ സാമൂഹികമാക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. സാമൂഹികമാക്കുമ്പോൾ വ്യക്തിയുടെ അനുഭവങ്ങൾക്ക് ഭംഗം വരും. നമുക്കിന്നുള്ളത് വൈയക്തിക ശാന്തിയേക്കാൾ കൂടുതൽ സാമൂഹിക ശാന്തിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ്. ഒരു വ്യക്തിയെ നാം ഇന്ന് പരിഗണിക്കുന്നത് തന്നെ വ്യക്തി എന്ന നിലയിലല്ല, സമൂഹത്തോടുള്ള കടപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് വ്യക്തി കൂടുതൽ വഞ്ചകനായിത്തീരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വ്യക്തി സമൂഹത്തോടെ ഏറ്റവും ഉത്തമമായ കടപ്പാടുള്ളവനായിത്തീരുന്നത് വ്യക്തി എന്ന നിലയിൽ അയാൾ ശാന്തനാകുമ്പോൾ മാത്രമാണ്. അയാളിൽ നിന്ന് മാത്രമേ സമൂഹത്തിന് ഗുണമുണ്ടാവുകയുള്ളൂ. സമൂഹത്തിന് ഗുണമുണ്ടാക്കുന്നു എന്ന വ്യാജേന പ്രവർത്തിക്കുമ്പോഴെല്ലാം അയാൾ അശാന്തനാണ്. അയാളുടെ മനസ്സ്, അയാളുടെ വാക്ക്, അയാളുടെ പ്രവൃത്തി ഇവയെല്ലാം വ്യത്യസ്ത ദിശയിലെ അഡ്ജസ്റ്റ്മെന്റുകളിലാണ്. ഇത് യോഗശാസ്ത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിലായാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ലളിതമായി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യാം. അനാവശ്യമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാവുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആളുകളെ അളക്കുന്നതും നമ്മളെ തന്നെ നാം അളക്കുന്നതും സാമൂഹിക തലത്തിലെ പ്രയോജന നിഷ്പ്രയോജനങ്ങളെ വെച്ചുകൊണ്ടാണ്. ഇസ് ഇറ്റ് ട്രൂ? അങ്ങനെയാണ് എല്ലാ വ്യാഖ്യാനവും വരുന്നത്. എത്ര കണ്ട് നിങ്ങൾ സാമൂഹികമായ തലത്തിലേക്ക് നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്ര കണ്ട് നിങ്ങൾ ഉപദ്രവകാരികളായിത്തീരും. അവിടെയെല്ലാം മനസ്സും പ്രവൃത്തിയും വാക്കും വേറെ വേറെയായി പോകേണ്ടി വരുന്നു. ഇതാണ് വസ്തുത. ഏറ്റവും ചുരുങ്ങിയത് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുകയാണ് എങ്കിൽ പോലും ഭാര്യയുമായി ഭർത്താവോ ഭർത്താവുമായി ഭാര്യയോ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അശാന്തി സംജാതമാവുകയാണ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാനുമാണ് സാമൂഹിക വ്യവസ്ഥകളെല്ലാം ഇന്ന് പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതിനനുസരിച്ച് കൊള്ളുന്നവരെയാണ് ഉത്തമർ എന്ന് വിശേഷിപ്പിക്കുന്നത്. Am I right? ഈ അഡ്ജസ്റ്റ്മെന്റുകളുടെ കോലാഹലങ്ങളും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ബഹളങ്ങളും, അങ്ങനെയുള്ളവർ ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ അപകടങ്ങളും, അവർക്ക് ജനിക്കുന്ന കുട്ടികളുടെ പോരായ്മകളും, അവരിടപെടുന്ന സമൂഹത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളുമാണ് ഈ ലോകത്തിലെ വൈകല്യങ്ങൾ.
അത്തരക്കാരുടെ സാമീപ്യമോ ഇടപാടുകളോ ശാന്തിയെ പ്രദാനം ചെയ്യുന്നില്ല. അതുകൊണ്ട് യോഗശാസ്ത്രം പറയുന്ന ശാന്തി ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോഴെല്ലാം ഒരു ഭാഗത്ത് ഇതിനെ പഠിത്തത്തെ പ്രതിരോധിക്കാൻ വരുന്ന ചിത്തങ്ങൾ, മറുഭാഗത്ത് ചിത്തവിക്ഷിപ്താദികൾ കുറയുമ്പോൾ സത്വം ഉദിക്കുകയും രജസ് ലേശം നിൽക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആനുപാതിക സമാധിയുടെ അംശം ഈ പഠിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ന് ഈ പഠിത്തത്തെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതകളാണ്, സ്വാനുഭവമല്ല. സാമൂഹിക പ്രതിബദ്ധതകളും ധനവുമാണ് പലപ്പോഴും ഇന്ന് നമ്മെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ് പഠിക്കുമ്പോൾ. ഒരു രാജ്യത്ത് ഒരാൾ ആ ശാന്തി അനുഭവിച്ച ആളുണ്ടെങ്കിൽ അയാളുടെ സങ്കല്പങ്ങൾ 1,00,000 പേർ ഒന്നിച്ച് മുക്രയിട്ട് വരുത്തുന്ന പരിഷ്കാരങ്ങളെക്കാൾ മെച്ചമുള്ളതാണ്. മനസ്സിലായോ എന്നറിയില്ല. മുക്രയിടുക എന്ന് പറഞ്ഞാൽ ഒരു പഴയൊരു പദമാണ് മുക്രയിടുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്ര പരിചയം കാണുകയില്ല. കാളയോടൊക്കെ ചേർത്ത് പറയുന്നതാണ്. കാരണം ആന്തരികമായ പരിണാമം വരുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് അത് പോകും. അവിടെ വാക്കും പ്രവൃത്തിയും മനസ്സും ഒന്നായിക്കൊണ്ടിരിക്കും. അത്തരം ആളുകൾ മുമ്പ് കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലോകത്ത് ശാന്തി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ ഒന്ന് ഓർത്തോണം, നിങ്ങളുടെ എണ്ണം നോക്കണ്ട. പഠിക്കാൻ മാത്രമായിരിക്കണം, മറ്റൊരാളെ പഠിപ്പിച്ചെടുക്കാൻ ആയിരിക്കരുത്. കൂടെ പഠിച്ചാൽ നല്ലത്, അതിന് എതിരാകണ്ട. ആ രീതിയിൽ പോയാൽ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഇർദംബര പ്രജ്ഞ അത് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നതാണ്. അതിൽ 49-ാം സൂത്രവും നോക്കിക്കൊള്ളുക. സുതാനുമാന പ്രജ്ഞാദ്യാം അന്യവിഷയ വിശേഷാർത്ഥത്വാത്. കണ്ടായിരുന്നോ? ശ്രുതാനുമാനങ്ങൾ വഴി ലഭിക്കുന്ന ജ്ഞാനം സാമാന്യ വിഷയകമാണ്. ഇർദംബര പ്രജ്ഞയിലെ ആ ഇർദംബര പ്രജ്ഞ ശ്രുതാനുമാനങ്ങൾക്ക് അഗമ്യങ്ങളായ ഭൂമികകളെ
അവഗാഹനം ചെയ്യുകയാൽ ഏറ്റവും ഉത്കൃഷ്ടങ്ങളിലൊന്നാണ്. കാരണം നമുക്ക് അറിവ് ലഭിക്കുന്നത് ശ്രുതാനുമാനങ്ങൾ വഴിയാണ്. കേട്ട് അറിയുന്നവ, ഊഹിച്ചറിയുന്നവ, അത് നമ്മളെ നോക്കി അറിയാം. നമ്മൾ ഉളവാക്കുന്ന പ്രമാണം ലോകചരിത്രത്തിൽ അപൂർവം ലോകഗുരുക്കന്മാർ മാത്രമേ ശ്രുതാനുമാനങ്ങളെ അംഗീകരിക്കാത്തവരുണ്ടായിരുന്നുള്ളൂ. ശ്രുതാനുമാനങ്ങളിലൂടെയാണ് മിക്കവാറും എല്ലാവരും തീരുമാനങ്ങളിലെത്തുന്നത്. ശ്രുതിയല്ല, കേട്ട് കേൾവികളിൽ നിന്ന്, കേട്ടവ. ശ്രുതാനുമാനങ്ങളിലല്ലാതെ രാജ്യം ഭരിച്ചിട്ടുള്ള രാജാക്കന്മാർ വളരെ കുറവാണ്. ജനകൻ, അശ്വപതി, ശ്രീഹർഷൻ, അശോകൻ, ഇവരൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു എന്നാണ് പറയുന്നത്. അപൂർവം രാജാക്കന്മാരെ അങ്ങനെ ഉണ്ടായിരുന്നു. ആ പരമ്പരയിൽ വളരെ കുറച്ച് ആളുകളെ പെട്ടിട്ടുള്ളൂ. അച്ഛനമ്മമാർ പലപ്പോഴും പലരുടെയും ജീവിതം കളഞ്ഞു കുളിക്കുന്നത് ശ്രുതാനുമാനങ്ങൾ വഴിയാണ്. സംഘടനകൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒറ്റ വഴിയേ ഉള്ളൂ, ശ്രുതാനുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. കേട്ടറിയുന്നത് വിശ്വസിച്ചിട്ടാണ് അടുത്ത ആളിനോട് പറയുന്നത്. ഒരു കാര്യം ഒരിടത്തുനിന്ന് കേട്ടു, ഞാൻ ഇന്നിടത്തുനിന്ന് ഇന്നത് കേട്ടു എന്ന് പറഞ്ഞ അടുത്തയാളിനോട് പറയുന്നു. ആ പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എൻ്റെ കോശങ്ങളിൽ വരുമെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല. ഒന്ന്, കേട്ട സാധനം ഞാൻ സ്വീകരിക്കണം. അപ്പം എന്നിലുള്ള തമസ് സത്വത്തെ മറച്ച് രജസ്സിനെ ഉൽപ്പാദിപ്പിച്ച്, രജസ്സാണ് പ്രവൃത്തി, തമസാണ് സ്ഥിതി. സ്ഥിതിയിലായിരുന്ന തമസ് മോഹം കൊണ്ട് മറച്ചിട്ട് അവിടെ രജസ് ഉൽപ്പന്നമായതുകൊണ്ട് വിഷയം ആ പറഞ്ഞത് കേട്ടതിൽ നിന്ന് അല്പം കൂടെ മാറ്റി ആ തമസ് കൂട്ടി എൻ്റെ സങ്കല്പത്തിൽ വിഷയമുണ്ടാവുക. മനസ്സിലാവുമോ എന്നറിയില്ല. ടി വി കണ്ടുകൊണ്ടിരുന്നാൽ ഇതാ എപ്പോഴും കാണുന്നത്. പറഞ്ഞയാൾ ഉദ്ദേശിച്ചതോ ഒന്നുമല്ല ചർച്ചാ വിഷയം. അതിന് ചർച്ച ചെയ്യുന്നവൻ അയാളുടെ പൂർവ്വകാലം, അയാൾ മുമ്പ് എന്തായിരുന്നു, അയാൾ എവിടെയൊക്കെ എന്തെല്ലാം ചെയ്യും, അതിലേക്കെല്ലാം കൊണ്ടുപോയി അപഗ്രഥിക്കാൻ തുടങ്ങും. അവിടെയാണ് ഊഹനം വരുന്നത്, അവിടെയാണ് അനുമാനമുണ്ടാകുന്നത്. ഇത്തരം ചർച്ച വരുമ്പോൾ പല കുഴപ്പങ്ങളും സമൂഹത്തിലും വ്യക്തിക്കും ഉണ്ടാകാവുന്ന പല കുഴപ്പങ്ങളും മൂടി വയ്ക്കാൻ പറ്റും, കുഴപ്പങ്ങൾ തുടരാൻ പറ്റും. സാമൂഹ്യ ചർച്ചകളിലെല്ലാം ഇത് ബാധകമാണ്. ആന്തരികമായ പരിണാമം ഉണ്ടാവുകയേയില്ല. ഇതിന് കാരണം പുരുഷനാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ശ്രുതാനുമാനങ്ങൾ
വഴി ലഭിക്കുന്ന ജ്ഞാനം അത് സാമാന്യ വിഷയകമാണ്. ഋതംബര പ്രജ്ഞയിലാകട്ടെ ശ്രുതാനുമാനങ്ങൾക്ക് അഗമ്യങ്ങളായ ഭൂമികകളെയാണ് അവഗാഹനം ചെയ്യുന്നത്, വിഷയങ്ങളെയല്ല. സത്യത്തെ നിറച്ചു വയ്ക്കുന്നത്. ഋതം സത്യം. ഋതംഭരയിലെ പ്രജ്ഞ വിഷയ സാമീപ്യമുള്ളതല്ല, ഐശ്വര്യങ്ങൾക്ക് അമിത പ്രാധാന്യമുള്ളതല്ല. അത് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം. ഐശ്വര്യങ്ങളും വിഷയങ്ങളുമാണ് നമ്മെ ഭ്രമിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉയർച്ചയിൽ യോഗശാസ്ത്രം പഠിച്ചുയരുമ്പോൾ അതിൻ്റെ ഒരു നിലയിലെത്തുമ്പോഴാണ് രജോലേശം കൊണ്ട്, രജോലേശം വേണം, സംപ്രജ്ഞാതത്തിൽ ഐശ്വര്യങ്ങളോടും വിഷയങ്ങളോടും താല്പര്യം കൂടും. അണിമാതി ഐശ്വര്യങ്ങളും പുറത്തുള്ള ഈ വിഷയങ്ങളൊക്കെ താല്പര്യപ്പെടുന്ന മനസ്സ് ഏകാഗ്രമാകാൻ തുടങ്ങുമ്പോൾ വാരിപ്പുണരാൻ ഓടിയ വിഷയങ്ങളുടെ ഗതിവേഗം കുറഞ്ഞു വരുമ്പോൾ ഇരിക്കുന്നിടത്തിരുന്ന് എല്ലാം സമ്പാദിക്കാനുള്ള ഒരു മനസ്സ് രൂപാന്തരം. അതിൻ്റെ ഒരു അഹങ്കാരം രൂപാന്തരം. അപ്പോഴാണ് നമ്മൾ ലോകത്ത് ഈ അറിവ് നേടിയിട്ടുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് എന്നും മറ്റും പറയുന്നത്. ആകെ എവിടെയെങ്കിലും പോയി 2 ക്ലാസ് കേൾക്കും, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കും, വായിച്ചിട്ട് വന്ന് അച്ഛനോടും അമ്മോടും ഒക്കെ ചിലപ്പോൾ പറയും. അതിന് രസമായ ഒരു ഇതുണ്ട്. പണ്ടൊരു ബ്രഹ്മചാരി പഠിക്കാൻ പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് ഈ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് അമ്മ എന്തോ പറഞ്ഞു. അമ്മയോട് പറഞ്ഞു, നിങ്ങൾക്കെന്തറിയാം? അച്ഛൻ എന്നെ അച്ഛനെന്തറിയാം? അച്ഛൻ അദ്വൈതം വല്ലതും അറിയുമോ? അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു വിവരവുമില്ല. അപ്പോൾ അച്ഛനും അമ്മയും വേറൊരു വലിയ ഗുരുവിൻ്റെ അടുക്ക പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അയക്ക് യാതൊരു വിവരവുമില്ല. ലോകത്താദ്യമായി അദ്വൈതത്തെ അനുഭവിച്ചിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമാണ്. ഇത്തരം ബോധങ്ങളുണ്ട്. അവിടെയാണ് അതിൽ വളരെ രസമുണ്ട്. നമ്മുടെ ജാതിയിൽ ആദ്യത്തെയാൾ ഞാനാണ്. സ്ത്രീകളിൽ ആദ്യമായി അദ്വൈതം അറിയുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. പുരുഷനിൽ ഞാൻ മാത്രം. ഇങ്ങനെയൊക്കെയുള്ള ഭാവം ഉണ്ടാവും. അപ്പോൾ ഈ പ്രജ്ഞയിൽ ഞാൻ സ്ത്രീയാണെന്നും ഞാൻ ഇന്ന ജാതിക്കാരനാണെന്നും ഒക്കെയുള്ള ബോധം നിലനിന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് വളരെ ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇത് പഠിക്കുമ്പോൾ വരുന്ന തടസ്സങ്ങളിലൊന്ന് അങ്ങനെ കയറി വരുന്നതാണ്. അത് വിഷയങ്ങൾക്ക് അതീതമായ പ്രത്യക്ഷ അനുമാനങ്ങൾ കൊണ്ട് അറിയുന്നതെല്ലാം സാമാന്യമാണ്. അതാണ് ശ്രുതവും അനുമാനവും കൊണ്ട് അറിയുന്നത്. പ്രത്യക്ഷം അനുമാനം
ഇന്ദ്രിയ വിഷയങ്ങൾ കൊണ്ടൊക്കെ അറിയുന്നത്. അതെല്ലാം സാമാന്യ അറിവാണ്. അത് വെച്ചാണ് നമ്മൾ ഈ ലോകത്ത് കളിക്കുന്നത്. അതിൻ്റെയാണ് ഈ ചർച്ച നടക്കുന്നത്. അതല്ല ഇതിലെ പഠനം. അത് പ്രത്യേകം ഓർക്കണം. എന്നാൽ യോഗി അനുഭവിക്കുന്നത് ഉത്കൃഷ്ടമായ ഒരറിവാണ്. പ്രത്യക്ഷാനുമാനങ്ങൾ കൊണ്ടുള്ള ഒരറിവല്ല യോഗി അനുഭവിക്കുന്നത്. അവിടെ യുക്തിയുടെ സമ്മതമോ വിസമ്മതമോ ആയതല്ല. അതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. അവിടെ യുക്തി ഇല്ലെന്നല്ല, യുക്തി ഉണ്ടെന്നല്ല. നമ്മളുടെ ലൗകികങ്ങളായ യുക്തിക്ക് സമ്മതമോ വിസമ്മതമോ ആയത് നോക്കിയല്ല ആ അറിവിന്റെ ഔത്കൃഷ്ട്യം പരിഗണിക്കുന്നത്. കാരണം അത് ആധ്യാത്മികമാണ്. അതിനെ നിങ്ങൾക്ക്, അതിൻ്റെ അനുഭൂതികളെ ഒന്നിനെ പോലും നിങ്ങൾക്ക് സാമൂഹിക തലങ്ങളിലേക്ക് കൊണ്ടുവരാനാവില്ല. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കാണ് പ്രത്യക്ഷമാകുന്നത്. ഇന്ദ്രിയങ്ങളുടെ അത് അത്രയും മനസ്സിലായാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതിൻ്റെ അനുഭവം വച്ചിട്ട് ലഭിക്കുന്ന മനസ്സിൻ്റെ ഒരറിവാണ് പ്രത്യക്ഷങ്ങളിലൂടെ നമ്മൾ നേടുന്നത്. തീ എന്ന് നമ്മൾ അനുമാനിക്കുന്നത് പുക കണ്ടിട്ടാണ്. അത് അനുമാനമാണ്. അവിടെ പുക കണ്ടു, തീയുണ്ട്. ഇത് രണ്ടുമല്ലാത്ത എൻ്റെ ബോധത്തെ തന്നെ ഞാൻ അനുഭവിക്കുകയാണ്. അവിടെ ഇത് പഠിപ്പിക്കാനോ അല്ലെ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഈ ബോധത്തെ അനുഭവിക്കുന്നവന് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ലൗകികങ്ങളെല്ലാം പെട്ടെന്ന് അനുഭവിക്കാം എന്ന് പറഞ്ഞാണ് പലപ്പോഴും ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോ ലൗകിക വിഷയങ്ങൾ തന്നെയാണ് പരമപ്രധാനം. അതിനു വേണ്ടി ഉള്ള ഒരു ഉപകരണമായി ആധ്യാത്മികത മാറുകയാണ്. മനസ്സിലായോ എന്നറിയില്ല. ഇപ്പൊ യോഗ പഠിച്ചാൽ എന്ത് കിട്ടുന്നു? ഏകാഗ്രത കിട്ടും. യോഗ പഠിച്ചാൽ എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. യോഗ പഠിച്ചു വെച്ചാൽ എന്ത് കിട്ടും? മറ്റു പലതും കിട്ടും. അവിടെ യോഗ എന്ന് പറയുന്നത് ഒരു ഉപാധി മാത്രമായി മാറുക. അതുകൊണ്ടാണ് ഇന്ന് ഇതിൻ്റെയൊക്കെ ആനന്ദം ഇല്ലാതാകുന്നത്. മറ്റത് കുറേശ്ശെ കിട്ടിത്തുടങ്ങിയാൽ ഈ ഉപാധിയെ എന്തിനു ചുമക്കണം? അതാണിത് 2 ആഴ്ചയോ 3 ആഴ്ചയോ ചെയ്ത് കഴിയുമ്പോൾ വിടുന്നത്. ഏതുപാധിയും നിങ്ങൾ ഒരാവശ്യത്തിനെടുക്കുന്നതാണ്. തവി കഞ്ഞി കോരാൻ എടുക്കുന്നതാണ്. കഞ്ഞി കോരുമ്പോൾ മാത്രമേ നിങ്ങൾ തവിയെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. മനസ്സിലായില്ല? കഞ്ഞി കോരി കഴിഞ്ഞാൽ തവി ആ മൂലക്കിടും. പൊട്ടിപ്പോയാൽ വേറൊരു തവി വാങ്ങിക്കും. കഞ്ഞി എടുക്കാൻ നേരത്ത് കഴുകും. മനസ്സിലായില്ല? കാരണം ഉപാധിക്ക് അത്രയേ പ്രാധാന്യമുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ഇത്തരം പഠിപ്പുകളെ മുഴുവൻ പലപ്പോഴും കൊണ്ടുപോകുന്നത്. മറിച്ച് പ്രാചീനൻ അങ്ങനെയല്ല പഠിച്ചത്. ഭൗതിക തലോ അനുഭൂതി തലോ ഏത് തലത്തിലാണ്? ഏത് ഭൗതിക തലത്തിലോ അറിവ്, അത് അനുഭൂതി രണ്ടും. ഇപ്പൊ നമ്മളിരുന്ന് പഠിക്കുമ്പോൾ അത് ഭൗതിക തലത്തിലേ മനസ്സിലാവുള്ളൂ. അനുഭൂതി തലം ഒരാൾക്ക് മറ്റൊരാളിലേക്ക് കൈമാറാവുന്നതല്ലാത്തതുകൊണ്ട്, അത് അനുഷ്ഠേയമായതുകൊണ്ട്. അതുകൊണ്ട് പഴയ ആളുകൾ പഠിച്ചത് ഇതിൽ നിന്ന് അനുഭവിക്കുന്ന ആ പുരുഷനെക്കുറിച്ചുള്ള ജ്ഞാനം, വിഷയങ്ങളെക്കുറിച്ചല്ലാതെ. അവിടെ ഈ അറിവൊരു ഉപാധിയല്ല.
അത് തന്നെയാണ് അതിൻ്റെ ഫലം, അത് തന്നെയാണ് അതിൻ്റെ മാർഗം. ലക്ഷ്യവും മാർഗവും അവിടെ ഒന്നിക്കും. അതുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങൾ പ്രത്യക്ഷമായിരിക്കുന്നത് പോലെ ആധ്യാത്മികമായ ഈ അറിവും നമുക്ക് നേരിട്ട് അനുഭവിക്കാവുന്നതാണ്, അപരോക്ഷമായി അനുഭവിക്കാവുന്നതാണ്. അവിടെ പ്രത്യക്ഷം നല്ല പദം, അപരോക്ഷം. വാചസ്പതി മിശ്രൻ ഇവിടെയാണ് പറയുന്നത്, നിരുദ്ധ ഭൂമേരപി ലക്ഷ്യത്വമാ.